ദി പെന്തക്കോസ്ത് മിഷൻ കൊട്ടാരക്കര സെന്ററിലെ പാസ്റ്റർ എം ജോസഫ് കുട്ടിയുടെ വേർപാട് TPM സഭയ്ക്ക് വലിയ നഷ്ടമാണ്. 50 വർഷത്തെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെയും സീനിയർ പാസ്റ്റർ, റീജിയനിലെ TPM സഭയുടെ ചീഫ് ഇൻചാർജ് എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഇന്ത്യയിലുടനീളമുള്ള കൺവെൻഷൻ പ്രാസംഗികൻ എന്ന നിലയിലുമുള്ള അദ്ദേഹത്തിന്റെ പങ്കും ആത്മീയമായി നിരവധി ആളുകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പാസ്റ്റർ എം ജോസഫ് കുട്ടിയുടെ പേര് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്റെ ശുശ്രൂഷയിലൂടെ സ്പർശിച്ച ജീവിതത്തോടുള്ള പ്രതിബദ്ധതയുടെ ആഴം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗങ്ങളിലൂടെ അനേകായിരങ്ങൾക്ക് രോഗസൗഖ്യവും വിടുതലും ലഭിച്ചിട്ടുണ്ട്. TPMനുള്ളിലെ അദ്ദേഹത്തിന്റെ നേതൃത്വവും മാർഗനിർദ്ദേശവും നിരവധി വ്യക്തികളുടെ ആത്മീയ യാത്രയെ രൂപപ്പെടുത്തുക മാത്രമല്ല, കേരളത്തിലും പുറത്തുമുള്ള സഭയുടെ ദൗത്യത്തിന്റെ ഭാവിക്ക് ശക്തമായ അടിത്തറ സ്ഥാപിക്കുകയും ചെയ്തു. ഒരു കൺവെൻഷൻ പ്രാസംഗികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിശാലമായ പ്രേക്ഷകരിലേക്ക് എത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആത്മീയത പങ്കിടുകയും മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനമാകുകയും ചെയ്തു. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചകൾ ആത്മീയ സന്തോഷത്തിനും ജീവിത രൂപാന്തരത്തിനും ഉതകുന്നതാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകളും വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രസംഗങ്ങളും അചഞ്ചലമായ സമർപ്പണത്താൽ സമ്പന്നമായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ സമൂഹം ദുഃഖിക്കുമ്പോൾ പാസ്റ്റർ എം ജോസഫ് കുട്ടി അവശേഷിപ്പിച്ച പൈതൃകവും അവർ സ്മരിക്കുന്നു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും അശ്രാന്തമായ സേവനത്തിന്റെയും പാതയിലൂടെ അദ്ദേഹം സഭയിലെ അംഗങ്ങളിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിരുന്നു. ഒരാളുടെ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധതയുടെയും മറ്റുള്ളവരെ സേവിക്കുന്നതിന്റെയും സത്ത ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പിന്തുടരാനുള്ള വഴികാട്ടിയായി അദ്ദേഹത്തിന്റെ ജീവിത പ്രവർത്തനങ്ങൾ നിലകൊള്ളുന്നു. പാസ്റ്റർ എം ജോസഫ് കുട്ടിയെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറിയുന്നവർക്കും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ആത്മീയമായി ഉണർവ് ലഭിച്ചവർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ജീവിതവും ആത്മീയ പ്രചോദനം നൽകുന്നതാണ്. അദ്ദേഹം സ്വാധീനിച്ച എണ്ണമറ്റ ജീവിതങ്ങളിലൂടെയും പെന്തക്കോസ്ത് മിഷനിൽ കെട്ടിപ്പടുക്കാൻ സഹായിച്ച ശക്തമായ സമൂഹത്തിലൂടെയും പാസ്റ്റർ എം ജോസഫ് കുട്ടി എന്നും വിശ്വാസ സമൂഹത്തിൽ നിലനിൽക്കും.